ഹലോ ഗൈസ്, എല്ലാവർക്കും ഹണിബി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റിലൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മിത്ത് പറഞ്ഞുതരാം. പിന്നെ എങ്ങനെ നമുക്ക് ഡോഗിനെ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ലംബോർഗിനി സിയാനും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ചീറ്റ് കോഡല്ല ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിൽ കൂടെ ഒരു മെഷീൻ ഗണ്ണും കൂടെ വരാൻ പോകണം. നമ്മുടെ ഗെയിമിൽ ഗണ്ണിൻ്റെ സ്ഥാനത്ത് 2 സ്പേസ് ബാക്കിയില്ലേ, അതിൽ നമുക്ക് മെഷീൻ ഗണ്ണും കൂടെ വരാൻ പോവാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഡോഗിനെ കൺട്രോൾ ചെയ്യുമെന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡോഗിനെ വിളിക്കുക. ഡോഗിൻ്റെ ചീറ്റ് കോഡ് 600 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അടുത്തത് തന്നെ നിങ്ങൾ ഇച്ചിരി ദൂരെ മാറിയിട്ട് നിങ്ങൾ ബഫലോടും കൂടെ ചിരിക്കുക. ബഫലോട് ചീറ്റ് കോഡ് 10 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഡോഗിൻ്റെ മണ്ടയിലോട്ട് കയറിയിരിക്കുക. ഇപ്പോൾ കയറരുത്, നിങ്ങൾ ആ ഡോഗിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു കാൽപ്പാടിൻ്റെ ചിഹ്നം വരുന്നിടം വരെ ഡോഗിൻ്റെ അടുത്ത് പോയി നിൽക്കുക. എന്നിട്ട് ബഫലോണിന് ഇച്ചിരി മാറ്റി നിർത്താവുന്ന രീതിയിൽ നമ്മൾ ഡോഗിൻ്റെ അടുത്ത് പോയി നിൽക്കുക. ബഫലോ ഇച്ചിരി അങ്ങോട്ടും ദൂരെ മാറി നിൽക്കും. അന്നേരം നിങ്ങൾ ഗണ്ണിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ പിസ്റ്റർ എടുക്കുക. എന്നിട്ട് ബഫലോ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും നിങ്ങൾ ബഫലോയ്ക്കിട്ട് ഒരടി കൊടുക്കുക. അന്നേരം ബഫലോ കുത്താൻ വരും. ആ സമയം തന്നെ നിങ്ങൾ ഡോഗിൻ്റെ അകത്ത് കയറുക. അന്നേരത്തേക്കും ബഫലോ നിങ്ങളെ കുത്തി താഴോട്ടിരുന്നതായിരിക്കും. അന്നേരം നമ്മൾ ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഡോഗിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. വളരെ സോഫ്റ്റായിട്ടും ഒരിതുമില്ലാതെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഡോഗിനെ ഇതാക്കാവുന്നുള്ളൂ. പക്ഷേ ഡോഗുള്ളപ്പോൾ നമുക്ക് ഗണ്ണെടുക്കാൻ പറ്റത്തില്ല, ഫോൺ എടുക്കാനും പറ്റത്തില്ല. ആകെയുള്ളത് നമുക്കിങ്ങനെ ഓടാൻ പറ്റും, പിന്നെ സ്ലോ മോഷൻ ആക്കാൻ പറ്റും, പിന്നെ നമുക്ക് ബാക്കി വീഡിയോ കാണാനും പറ്റും. പിന്നെ നമുക്ക് ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് എന്താണെന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ചീറ്റ് കോഡ് അറിയുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും ലംബോർഗിനി ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വേറൊന്നുമില്ല, ലംബോർഗിനി ഇത് സാധാ ലംബോർഗിനി തന്നെയാണ്. അത് ലൈറ്റൊക്കെ ഇച്ചിരി കൂടെ മോഡിഫൈ ചെയ്ത് ഇച്ചിരി കൂടി ഇതാക്കിയതാണ്. അപ്പോൾ നമുക്ക് ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് 2189 ആണ് ഗൈസ്. അപ്പം റെഡ് കളറിലാണ് വന്നേക്കുന്നത്. എനിക്ക് റെഡ് കളർ ഒട്ടും ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ യെല്ലോ കളറാക്കി. എൻ്റെ ഫേവറേറ്റ് കളറാണ് യെല്ലോ കളറ്. അപ്പോൾ നമ്മൾ യെല്ലോ കളറുണ്ട് ലംബോർഗിനി സിയാനും വെച്ച് പോകണം. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കൂടാതെ നമുക്ക് ലംബോർഗിനി ഉറൂസും കൂടെ വരുന്നതായിരിക്കും ഗൈസ്. ലംബോർഗിനി ഉറൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ കയ്യിലുള്ള കാറായിരിക്കും ലംബോർഗിനി. അത് നമ്മൾ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ലാൻഡ് ക്രൂയിസർ എടുക്കണം. അന്നേരത്തേക്കും നമുക്ക് ലാൻഡ് ക്രൂയിസറിൻ്റെ ലോഗോ ടൊയോട്ട ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മുന്നിലും ബാക്കിലും കാണുമ്പം ടൊയോട്ടയുടെ ഒരു ലോഗോ ഇല്ലായിരിക്കും. നിങ്ങൾക്ക് ആ ലോഗോ കാണണമെങ്കിൽ നിങ്ങൾ ഡോൺ ക്യാമറ ഓൺ ആക്കുക. ഇതൊരു മിത്താണ്. നിങ്ങൾ കാറിൻ്റെ അകത്തോട്ട് കയറുക. എന്നിട്ട് നിങ്ങൾ സീറ്റിൻ്റെ അപ്പുറത്ത് ഇറങ്ങുമ്പം നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ടൊയോട്ടയുടെ ലോഗോ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വേറൊരു മിത്ത് പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ വേഗം തന്നെ എയർപോർട്ടിലോട്ട് ചെല്ലുക. നമ്മൾ എയർപോർട്ടിൽ വേഗം തന്നെ എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ എയർപോർട്ടിൽ ഈ മിത്ത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്റ്റീവ് ചെയ്യാൻ മറത്തുവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഡെഡായി പോകുന്നതായിരിക്കും. ഇൻഫിനിറ്റ് ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് 9129 ആണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പം നമ്മുടെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ നല്ല പോസിറ്റീവ് കമൻസൊക്കെ നമ്മുടെ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല കുറേ ലൈക്കും കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമുക്കിനി മിത്ത് പറയാനായിട്ട് നമ്മൾ നേരെ എയറോപ്ലെയിൻ്റെ മുന്നിലേക്ക് ചെല്ലുക. എന്നിട്ട് നിങ്ങൾ ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് വിളിക്കുക. 45 5555 ആണ് ഗോസ്റ്റ് റൈഡറിൻ്റെ ചീറ്റ് കോഡ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ഇനി നിങ്ങൾ വേഗം തന്നെ എയറോപ്ലെയിൻ്റെ അടുത്തായിട്ട് കയറുക. എയറോപ്ലെയിൻ്റെ സിമ്പിൾ വരുമ്പോൾ കയറുക. ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്റ്റീവ് ചെയ്യാറ് മറക്കരുത്. അത് ആക്റ്റീവ് ചെയ്താൽ മാത്രമേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ. ഇനി നമ്മൾ നേരെ ഗോസ്റ്റ് റൈഡറിലോട്ട് ഇങ്ങനെ ചെല്ലുക. അന്നേരം നിങ്ങൾക്ക് ഒരു മാജിക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ പ്ലെയിൻ കരിഞ്ഞിരിക്കുമായിരിക്കും. ഇനി നമ്മൾ പ്ലെയിനിന് ചാടുവാണ് നമ്മൾ അടുത്ത് വേണ്ടത്. നമ്മുടെ വേറൊരു മിത്തുണ്ട്, അതായത് ഇങ്ങനെ എത്ര താഴോട്ട് പോയാലും മരിക്കത്തുമില്ല, നമ്മുടെ ലോകത്ത് എത്തത്തുമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. നമ്മളിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തോട്ട് സിറ്റിയിലോട്ട് തന്നെയാണ് നമ്മൾ ഇനി ചാടാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ പറ്റും. കണ്ടോ ഗൈസ്, നമ്മളിനി സിറ്റിയിലോട്ട് തന്നെയാണ് ചാടാൻ പോകുന്നത്. നമ്മൾ ചാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഫിനിറ്റ് ഹെൽത്ത് ആക്റ്റീവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഇതാണ് ഗൈസ് ഉള്ളത്.
പിന്നെ ഗൈസ് നമുക്ക് മെഷീൻ ഗണ്ണിനെ കുറിച്ച് വളരെ നല്ലൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അതിൻ്റെ കൺഫേം ആയിരിക്കുമായിരുന്നു. മെഷീൻ ഗണ്ണിന് ഇച്ചിരി റേറ്റ് കൂടിയായതുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പർ അത് ഫസ്റ്റ് എടുക്കാഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുവാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്കിലേക്ക് മെഷീൻ ഗണ്ണ് വരാൻ പോകുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ മെഷീൻ ഗണ്ണ് വെച്ച് കാറിനൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബുഗാട്ടി കാറിനൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. അതിൻ്റെ റേറ്റ് കൂടിയതുകൊണ്ട് അപ്പം ഞാനിവിടെ ഒരു ഗേൾ NPCനൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു മെഷീൻ ഗണ്ണായിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.